My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെന്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പത്തിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 162ാമത്തെ എപ്പിസോഡിൽ കന്നാബിസ് ഇൻഡിക്ക എന്ന ഔഷധത്തെക്കുറിച്ചാണ് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ കഞ്ചാവ് ഒരു ലഹരി പദാർത്ഥമായിട്ട് പുരാതനകാലം മുതലേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വസ്തു, ഒരു ചെടിയുടെ ഉൽപ്പന്നം. ഇന്നൊക്കെ പ്രചാരത്തിലുള്ള രാസലഹരിയുമായിട്ടൊക്കെ നോക്കുമ്പോൾ വളരെ നിർദോഷി എന്ന് പറയാവുന്നൊരു സാധനം. പക്ഷേ ഹോമിയോപ്പതിയിൽ അത് വളരെ വിലപ്പെട്ടൊരു ഔഷധമാണ്. കഞ്ചാവ് ഉപയോഗിക്കുന്നവരിൽ കണ്ടുവന്നിരുന്ന ലക്ഷണങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. കൂടാതെ അല്ലാതെയുള്ള പല ഫിസിക്കൽ ആയിട്ടുള്ള ലക്ഷണങ്ങളും നേരത്തെ പറഞ്ഞ പോലെ ക്യാൻതാറസുമായിട്ടുള്ള കമ്പാരിസണിലാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. ക്യാൻതാറസിൽ കാണുന്ന പോലെ കിഡ്നിയുടെ പ്രശ്നങ്ങൾ ഇവിടെ കാണാം, സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാണാം, പുരുഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാണാം, ഗുണേറിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം കാണാം. അങ്ങനെ വളരെ ഉപകരിക്കുന്നൊരു ഔഷധമാണ്. അതുകൂടാതെ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കൊരു അനുഭവം കൂടിയുണ്ട്. സ്ട്രോക്ക് വന്ന ഒരു സുഹൃത്ത് വീണ്ടും വരാനുള്ള സാധ്യതയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരുന്ന ലക്ഷണങ്ങൾ, മുന്നറിയിപ്പായിട്ട് കൊടുത്തിരുന്ന ലക്ഷണങ്ങളിൽ ഒന്ന് വന്നു കഴിഞ്ഞപ്പോൾ കനാബിസ് കൊണ്ടാണ് മാറിയത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇത് ചെറിയൊരു അധ്യായമാണ്, ഒറ്റ എപ്പിസോഡ് നമുക്ക് തീരും. നമുക്കതിലേക്ക് കിടക്കാം. കന്നാബിസ് ഇൻഡിക്ക ഇന്ത്യൻ കഞ്ചാവാണ് സാധനം. നമ്മുടെ ആന്ധ്രാപ്രദേശ്, ഒറീസ ആ ഭാഗങ്ങളിൽ, പിന്നെ കിഴക്കോട്ട് അഫ്ഗാനിസ്ഥാൻ ആ ഭാഗങ്ങളിലൊക്കെ ധാരാളം ഔഷധാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കൃഷി ചെയ്യുന്ന ഒരു കാർഷിക വിള കൂടിയാണത്. അതിന് ഇങ്ങനെ ഒരു ദുരുപയോഗം കൂടി ഉണ്ടെന്നേ ഉള്ളൂ. എ സ്ട്രേഞ്ച് എക്സ്റ്റസ്റ്റിക് സെൻസേഷൻ പെർവേഡ്സ് ദ ബോഡി ആൻഡ് സെൻസസ്. അതാണ് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഒരു അപരിചിതമായ അസാധാരണമായ ഒരു ഉന്മാദാവസ്ഥ. അതെവിടെയാ? ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും ഒരേപോലെ ഗ്രസിക്കുന്നു, പെർവേഡ് ചെയ്യുന്നു, ഗ്രസിച്ച് കളയുന്നു. ദ ലിംസ് ആൻഡ് പാർട്സ് സീംസ് എൻലാർജ്ഡ്. കൈകാലുകളും മറ്റ് ഭാഗങ്ങളും ഒക്കെ വീർത്ത് കെട്ടിയിരിക്കുന്ന പോലുള്ള ഒരു തോന്നൽ. എ ത്രിൽ ഓഫ് ബിയാറ്റിറ്റ്യൂഡ് പാസസ് ഓവർ ദ ലിംസ്. ത്രിൽ ഓഫ് ബിയാറ്റിറ്റ്യൂഡ്. ബിയാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഒരു സ്പിരിച്വൽ ടേമാണത്. ഒരുതരം അനുഗ്രഹീതമായ അവസ്ഥ, ദൈവികമായൊരവസ്ഥ, ധന്യത എന്നൊക്കെ പറയും. ധന്യത, അനുഗ്രഹീതാവസ്ഥ. അപ്പോൾ അങ്ങനത്തെ ഒരു അതിൻ്റെ ഒരു ത്രില്ല്, അതിൻ്റെ ഒരു എക്സാജറേഷനാണ്. അപ്പോൾ അത് ത്രില്ല് വരുന്നത്. ഒരു കറക്റ്റ് ബിയാറ്റിറ്റ്യൂഡ് ഒരു ത്രില്ലില്ല, അതൊരു സ്പിരിച്വൽ സ്റ്റേറ്റാണത്. ഈ ത്രിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എക്സാജറേഷൻ വന്നു. ആ ഒരു അവസ്ഥ അതെവിടെയാണ്? ലിംസിൽ, കൈകാലുകളിലാണ്. ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഒപ്പം താമസിച്ചിരുന്നവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് കൈകാലുകളൊക്കെ ഇങ്ങനെ അനുഗ്രഹീതാവസ്ഥ എന്ന് വെച്ചാൽ അവരിങ്ങനെ ഈ കൈയും കാലും കൊണ്ട് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നീന്തി, ഒരു പക്ഷിയെ പോലെ പറന്നോ ഒക്കെയൊക്കെ നീന്തി നടക്കുന്ന, അല്ലെങ്കിൽ ഒരു മത്സ്യത്തെ പോലെ കൈകാലുകൾ ചിറകുകളായെന്നതുപോലെ നീന്തി നടക്കുന്ന അവസ്ഥ. അതായിരിക്കും ഈ ത്രിൽ ഓഫ് ബിയാറ്റിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദ ലിംസ് ട്രംബിൾ. കൈകാലുകൾ ഇങ്ങനെ വിറക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോ അവസ്ഥകളതിൻ്റെ. ഗ്രേറ്റ് വീക്ക്നെസ് സ്പ്രെഡ്സ് ഓവർ ദ ബോഡി. ശരീരം മുഴുവൻ കടുത്ത ക്ഷീണം. ദ സിംറ്റംസ് റിസംബിൾ കാറ്റാലപ്സി. ഈ കാറ്റാലപ്സി എന്ന് വെച്ചാൽ കയ്യോ കാലോ ഒക്കെ ഇങ്ങനെ ഒരു പോസ്റ്ററിൽ ഇപ്പം ഇങ്ങനെ ഇരുന്നു, അങ്ങനെ ഇരുന്നാൽ ഉറച്ചു പോയി, അനങ്ങുന്നില്ല. അതൊരു ഇവിടെ ഒരു സെൻസേഷനാണത്. കൈ അനക്കാൻ പറ്റില്ല, അങ്ങനെ കുറേ വരും. അയ്യോ കൈ അനക്കാൻ പറ്റില്ലേ, കൈ നിവർത്താൻ പറ്റുന്നില്ലേ, കൈകിൽ ചുരുട്ടി പിടിക്കും. അയ്യോ കൈ നിവർത്താൻ പറ്റുന്നില്ലേ, അന്ന് നമ്മൾ പിടിച്ച് നിവർത്തിയെന്ന് വരും. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള അവസ്ഥകളാണത്. ഈ കാറ്റാലപ്സി. അപ്പം അതിനോട് സാദൃശ്യം തോന്നുന്ന ലക്ഷണങ്ങൾ. അനസ്തേഷ്യ ആൻഡ് ലോസ് ഓഫ് മസ്കുലർ സെൻസ്. അനസ്തേഷ്യ, നമ്മൾ വേദനകൾ അറിയാനുള്ള, സംവേദനകൾ അറിയാനുള്ള അവസ്ഥ പോയി. പേശികളിൽ സംവേദനകൾ കിട്ടുന്നില്ല. കംപ്ലൈൻറ്റ്സ് അമീലിയേറ്റഡ് ബൈ റെസ്റ്റ്. പ്രശ്നങ്ങൾ റെസ്റ്റ് കൊണ്ട്, വിശ്രമം കൊണ്ട് അതിന് ശമനം കിട്ടും. കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ വിശ്രമമില്ലാതെ കിടന്ന് പരക്കം പാച്ചിലായിരിക്കും മിക്കവാറും. പക്ഷെ വിശ്രമം ചെയ്യുന്ന ഒരു ആശ്വാസമുണ്ട്. എക്സാൾട്ടേഷൻ ഓഫ് സ്പിരിറ്റ്സ് വിത്ത് മിർത്ത്ഫുൾനെസ്. ഇതാണ് പ്രധാന കാര്യം. സ്പിരിറ്റ്സിന് വളരെ എക്സാൾട്ടേഷൻ, അതിൻ്റെ വല്ലാതെ ഒരു അമിതമായൊരവസ്ഥ. സ്പിരിറ്റ്സ്, മിർത്ത്ഫുൾനെസ്, അത്യുത്സാഹം, അത്യാനന്ദം,
ഇതിൻ്റെയൊക്കെ ഒരു എക്സാൾട്ടേഷൻ, എക്സാജറേറ്റഡ്, എക്സ്ട്രീം അവരുടെ അവസ്ഥ. ലഹരികൾ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം തന്നെ ഇതാണല്ലോ. ഈ നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഒളിച്ചോടി ചില കൃത്രിമമായ ആനന്ദങ്ങളിൽ അഭിരമിക്കാൻ വേണ്ടിയാണല്ലോ ലഹരിക്ക് പോകുന്നത്. അപ്പോൾ കനാബിസിൻ്റെ ഇത്തരം ക്വാളിറ്റീസാണ് അവിടെ അതിനെ ചൂഷണം ചെയ്യുന്നത്. വണ്ടർഫുൾ ഇമാജിനേഷൻസ് ആൻഡ് ഹാലൂസിനേഷൻസ്, അത്ഭുതകരമായ ഭാവനകളും ഹാലൂസിനേഷൻ, മിഥ്യാകാഴ്ചകളും. ഈ സാഹിത്യ കലാരംഗങ്ങളിൽ വ്യാപരിക്കുന്ന ചിലരെങ്കിലും, ചുരുക്കം ചിലരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ എൻ്റെ അറിവിൽ പലരും പറഞ്ഞിട്ടുള്ളത്, ലഹരി ഉപയോഗിക്കുന്നവരെന്ന് പറഞ്ഞിട്ടുള്ളത്, ലഹരി ഉപയോഗിച്ച് ഒരു നല്ല സാഹിത്യം ഒന്നും എഴുതിയിട്ടില്ല, നല്ല കലാസൃഷ്ടിയൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇമാജിനേഷൻസും ഹാലൂസിനേഷൻസും ഒക്കെ ഉണ്ടാവുമെങ്കിലും അത് ഒരു നല്ല കലാസൃഷ്ടിയിലേക്ക് നയിക്കുകയില്ല എന്നാണ് എനിക്ക് നേരിട്ട് ഇത് ഉപയോഗിക്കുന്ന പല സാഹിത്യകാരന്മാരും കലാകാരന്മാരും എനിക്ക് കിട്ടിയൊരു റെസ്പോൺസ് അതാണ്, ഒരു ഫീഡ്ബാക്ക് അതാണ്. വണ്ടർഫുൾ എക്സാജറേഷൻ ഓഫ് ടൈം ആൻഡ് സ്പേസ്, സ്ഥലകാലങ്ങളെക്കുറിച്ച് അത്ഭുതകരമായ ഒരു എക്സാജറേഷൻ, സ്ഥലത്തെയും കാലത്തേക്കും എക്സാജറേറ്റ് ചെയ്യും. സ്പേസൊക്കെ ഇങ്ങനെ അങ്ങോട്ടും മുറികളൊക്കെ വിശാലമായി, സമയം വളരെ വേഗം പറന്നു പോകുന്നു, ചിലർക്ക് സമയം ഇളഞ്ഞു നീങ്ങുന്നു. എക്സാജറേഷൻ സ്പേസ് ആൻഡ് ടൈമിൻ്റെ. ഹി സീംസ് ടു ബി ട്രാൻസ്പോർട്ടഡ് ത്രൂ സ്പേസ്, ശൂന്യാകാശത്തിലൂടെ ഇങ്ങനെ പറന്നു പോകുന്നു. അത് ഒരു പതിവ് ഇത് ഉപയോഗിക്കുന്ന ഒട്ടുമിക്കവരിലും ഉള്ള സംഭവമാണ്. ശൂന്യാകാശത്തിലൂടെ നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കും ഒക്കെ ഇടയിലൂടെ പറന്നു പോകുന്നു. ഹി സീംസ് ടു ഹാവ് ടു എക്സിസ്റ്റൻസ്, ഇരട്ട അസ്തിത്വം അതും ഉള്ളതാണ്. ഓർ ടു ബി കോൺഷ്യസ് ഓഫ് ടു സ്റ്റേറ്റ്സ്, ഒന്നുകിൽ ഇരട്ട അസ്തിത്വം അനുഭവിക്കുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ബോധം, രണ്ട് അസ്തിത്വം ഉള്ളതായിട്ട്. ഓർ ടു എക്സിസ്റ്റ് ഇൻ ടു സ്ഫിയേഴ്സ്, രണ്ട് മണ്ഡലങ്ങളിൽ, ചിലപ്പോൾ ഞാൻ സ്വർഗത്തിലാണ്, അവിടെയാണ്, പരലോകത്താണെന്നൊക്കെ പറയും. അപ്പോൾ രണ്ട് മണ്ഡലങ്ങളിൽ ഒരേ സമയം എക്സിസ്റ്റൻസ്. ഡെല്യൂഷൻസ്, മിഥ്യാബോധങ്ങൾ. ഇൻകഹറൻറ്റ് സ്പീച്ച്, പരസ്പരബന്ധമില്ലാതെ പുലമ്പൽ. ലവ്സ് അറ്റ് സീരിയസ് റിമാർക്സ്, ഗൗരവമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിലും ചിരിക്കും. ലവ്സ് ആൻഡ് വീപ്സ്, ചിരിക്കുകയും കരയുകയും വിമ്മിക്കരയുകയും ചെയ്യും. സ്പാസ്മോട്ടിക് ലാഫ്റ്റർ, വല്ലാതെ ഒരു എന്താ പറയുക, വലിച്ചു കോച്ചുന്ന പോലെ തരത്തിലുള്ളൊരു ചിരിച്ചിരിച്ചൊരു ഉന്മാദത്തിൻ്റെ ഒരു അവസ്ഥ. ജസ്റ്റിംഗ്, മോർണിംഗ് ആൻഡ് വീപ്പിംഗ്, കരച്ചിലും വിങ്ങലും മോങ്ങലും ഒക്കെ ഉണ്ട്. ഫിയർ ഓഫ് ഡെത്ത്, മരണഭയം. ഓഫ് ഇൻസാനിറ്റി, ഭ്രാന്ത് വന്നേക്കോ എന്നുള്ള ഭയം. ഓഫ് ദ ഡാർക്ക്, ഇരുട്ടിനെ കുറിച്ചുള്ള ഭയം. ആംഗ്വിഷ് ആൻഡ് സാഡ്നെസ്, വല്ലാതെയുള്ളൊരു ഉത്കണ്ഠ, വല്ലാത്തൊരു ഭീതി, ദുഃഖം. മെൻ്റൽ സിംപ്റ്റംസ് അമീലറേറ്റ് ബൈ വാക്കിംഗ് ഇൻ ഓപ്പൺ എയർ, മാനസിക ലക്ഷണങ്ങൾക്ക് തുറസായ വായിലൂടെ നടക്കുമ്പോൾ ശമനമുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും നടക്കുകയൊന്നുമില്ല. ഇതൊരു സ്ഥിരം അറിവാണിത്. തുറന്ന വായിൽ നടക്കുമ്പോൾ പ്രശ്നങ്ങൾ കുറയും. അപ്പോൾ ഞങ്ങളൊക്കെ ഇതേപോലെ ലഹരികളൊക്കെ ഉപയോഗിക്കുന്ന അവരെയൊക്കെ ഒന്ന് ശാന്തരാക്കാൻ വേണ്ടി ബലമായിട്ട് തന്നെ കൈപിടിച്ച് നടക്കാൻ പോകുമ്പോൾ കുറവ് കാണുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓപ്പോസിറ്റ് ഫേസ് പ്രൊവൈൽസ് വിത്ത് ഹിസ് വീക്ക്നെസ്, ഈ ക്ഷീണത്തിൻ്റെ കാര്യത്തിൽ ഇതിന് ഒരു എതിരായൊരവസ്ഥ. ഈ പറയുന്ന ഓപ്പൺ എയർ നടക്കുമ്പോൾ ശമനം എന്ന് പറയുന്നതിന് എതിരായിട്ടുള്ള അവസ്ഥ. ഹി ലോസസ് ഹിസ് സെൻസസ് ആൻഡ് ഫോൾസ്, അതിൻ്റെ സെൻസ് നഷ്ടപ്പെട്ട്, ദിശകൾ നഷ്ടപ്പെട്ട്, സ്ഥലകാലബോധം നഷ്ടപ്പെട്ട് വീണു പോകും, ശമനമില്ല. പാസസ് ഫ്രം ദ റാഷണൽ ടു ദ ഇറാഷണൽ ഇൻ റാപ്പിഡ് സക്കഷൻ, ബാക്ക് ആൻഡ് ഫോർത്ത്. റാഷണലും ഇറാഷണലും, യുക്തിക്കും യുക്തിഹീനതയ്ക്കും തമ്മിലുള്ള ഇടക്കിടക്ക് ഇടയ്ക്ക് യുക്തിപൂർവ്വം സംസാരിക്കും, പിന്നെ യുക്തിഹീനമായിട്ട് സംസാരിക്കും, പിന്നെ വീണ്ടും യുക്തിയിലേക്ക് തിരിച്ചു വരും. അങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത്, രണ്ട് തരത്തിലും ഒരു ഡ്യുവൽ എക്സിസ്റ്റൻസ് പോലെ തന്നെയാണത്. ഫോഗറ്റ്സ് വേർഡ്സ് ആൻഡ് ഐഡിയാസ്, ആശയങ്ങളും വാക്കുകളും മറന്നു പോകുന്നു. അണേബിൾ ടു ഫിനിഷ് ഹിസ് സെന്റൻസസ്, വാചകങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. തോട്ട്സ് ക്രൗഡിങ് അപ്പോൺ ഈച്ച് അതർ ഇൻ സച്ച് കൺഫ്യൂഷൻ പ്രിവെന്റ് റാഷണൽ സ്പീച്ച്. ഈ ആശയക്കുഴപ്പത്തിൻ്റെ അവസ്ഥയിൽ ചിന്തകളുടെ ആധിക്യം, ചിന്തകളിങ്ങനെ വന്ന് കുമിഞ്ഞുകൂടിയിട്ട് എന്താ സംഭവിക്കുക, റാഷണൽ സ്പീച്ച്, യുക്തിപൂർണമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. കൺഫ്യൂഷനും ആശയങ്ങളിങ്ങനെ വന്നുകൂടിയിട്ട് യുക്തിഭദ്രമായിട്ട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഹിസ് മൈൻഡ് ഈസ് ഫുൾ ഓഫ് അൺഫിനിഷ്ഡ് ഐഡിയാസ് ആൻഡ് ഫാൻഡംസ്, മനസ്സ് നിറയെ പൂർത്തീകരിക്കാത്ത ആശയങ്ങൾ, ഫാൻഡംസ്,
ഈ ഭൂതപ്രേതങ്ങളെയൊക്കെ കാണുന്നു. വണ്ടർഫുൾ തിയറീസ് കോൺസ്റ്റന്റ്ലി ഫോം ഇൻ ദ മൈൻഡ്. മനസ്സിൽ അത്ഭുതകരമായ തിയറികൾ, തത്വങ്ങൾ, തത്വശാസ്ത്രങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. പുതിയ പുതിയ തത്വങ്ങളെ പോലെ വിഡിതങ്ങളായിരിക്കും മിക്കവാറും. ലോക്കാസിറ്റി, അമിതമായ സംസാരം. ഹി കനോട്ട് കൺട്രോൾ ദ മൈൻഡ് ടു റീസൺ റാഷണലി അപ്പോൺ എനി സബ്ജക്റ്റ്. ഒരു വിഷയത്തിലും യുക്തിപൂർവമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന തരത്തിൽ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. എനി എഫോർട്ട് ടു റീസൺ ഈസ് ഇൻറപ്റ്റഡ് ബൈ ഫ്ലൈറ്റ്സ് ഓഫ് വൈൽഡ് ഇമാജിനേഷൻ ആൻഡ് തിയറി. അപ്പോൾ ഏതൊരു കാര്യത്തിൽ യുക്തിപൂർവമായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുമ്പോൾ അതൊക്കെ തടസ്സം വരുന്നു. എങ്ങനെയാണ്? വന്യമായ ഇമാജിനേഷൻസും തത്വങ്ങളും കൊണ്ട് അതിങ്ങനെ പെട്ടെന്നിങ്ങനെ വരുന്നു. അതുകൊണ്ട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റീവായിട്ടുള്ള കലാസൃഷ്ടികളോ സാഹിത്യ സൃഷ്ടികളോ ഒന്നും നടക്കാറില്ല പൊതുവെ. വിഷൻ അപ്പോൺ വിഷൻ പാസസ് ബിഫോർ ദ പെർസെപ്ഷൻ. ആ ധാരണകളുടെ മേൽ നമ്മൾ ഒരു ധാരണ ഉണ്ടാവണ്ട, അതിന് മേലിങ്ങനെ ദർശനങ്ങൾക്ക് മേൽ ദർശനങ്ങളിങ്ങനെ വന്നുകൂടി ആകെ ആശയക്കുഴപ്പത്തിലാവുന്നു. ഒരു കൃത്യമായ ധാരണ ഒന്നിനെ കുറിച്ചും കിട്ടുന്നില്ല. ഹിയേഴ്സ് വോയിസസ്, ബെൽസ്, മ്യൂസിക് ഇൻ എക്സ്റ്റാറ്റിക് കൺഫ്യൂഷൻ. വല്ലാതെ ഒരു ഉന്മാദാവസ്ഥയിലും ഒരു ആശയക്കുഴപ്പത്തിലും പലതരം ശബ്ദങ്ങൾ കേൾക്കുന്നു, മണിമുഴക്കങ്ങൾ കേൾക്കുന്നു. ഫീൽസ് ആസ് ഇഫ് ദ കാൽവേരിയം വേർ ഓപ്പണിംഗ് ആൻഡ് ഷട്ടിംഗ് ഓർ ബീയിങ് ലിഫ്റ്റഡ് ആൻഡ് ലോവേർഡ് ഇൻ ടു പ്ലേസ്. ഒരു വിചിത്രമായൊരു തോന്നലാണ്. ഈ തലയോടിൻ്റെ മേൽഭാഗം ഇങ്ങനെ ഉയർത്തുകയും താഴ്ത്തുകയും തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന പോലത്തെ ഒരു തോന്നൽ. പൾസേറ്റിംഗ് പെയിൻ ത്രൂ ദ ഹെഡ്. തലയിലിങ്ങനെ വിങ്ങുന്ന വേദന. വെയിറ്റിംഗ് ഓക്സിപ്പിറ്റ് വിത്ത് പൾസേഷൻ. ഈ തലയുടെ പിൻഭാഗത്ത് ഭാരം, വിങ്ങല്. ഷോക്സ് ഇൻ ദ ബ്രെയിൻ ഓൺ റിഗെയിനിങ് കോൺഷ്യസ്നെസ് ആൻഡ് ഓൺ വേക്കിംഗ് ഫ്രം സ്ലീപ്പ്. അപ്പോൾ ബോധം വീണ്ടെടുക്കുമ്പോൾ, ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ ഒക്കെ തലയിലിങ്ങനെ ഷോക്ക്, ഞെട്ടൽ പോലെ. സ്റ്റിച്ചിങ് പെയിൻ ഇൻ ദ ടെമ്പിൾസിൽ കുത്തുന്ന പോലുള്ള വേദനകൾ, ചെന്നിക്ക്. ടെൻഷൻ ഇൻ സ്കാൽപ്പ്. തലയോട്ടിൽ വല്ലാതെ വിരിഞ്ഞു മുറുകിയ പോലുള്ള അനുഭവം. ടെൻഡർനെസ് ഓഫ് സ്കാൽപ്പ്. തലയോട് ആകെ മൃദുവായ പോലെ തോന്നല്. ഡിംനെസ് ഓഫ് വിഷൻ. കാഴ്ച മങ്ങല്. വിഷ്വൽ ക്ലാർവോയൻസ്. ക്ലാർവോയൻസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ദിവ്യദൃഷ്ടി എന്നൊക്കെ പറയില്ലേ, അദൃശ്യം മറഞ്ഞിരിക്കുന്ന വസ്തുക്കളെ കാണാനുള്ള കഴിവ്. അങ്ങനെയുള്ള തോന്നലാണ്. ലെറ്റേഴ്സ് റൺ ടുഗദർ. വായിക്കാൻ പറ്റില്ല, അക്ഷരങ്ങളിങ്ങനെ കൂടിക്കലരും. ഹിയറിംഗ് അക്യൂട്ട്. കേൾവി വല്ലാതെ അക്യൂട്ടായിട്ടുള്ള അമിതമായിട്ട് വർദ്ധിക്കുന്നു. സിംഗിങ് ആൻഡ് ബസ്സിങ് ഇൻ ഇയേഴ്സ്. പൾസേറ്റിംഗ്. ചെവിയിൽ മൂളല്, പാട്ട് കേൾക്കല്, വിങ്ങല്, സ്പന്ദനങ്ങൾ. ഫേസ് പെയിൽ ആൻഡ് സങ്കൺ. മുഖമാകെ വിളറി അങ്ങനെ ക്ഷീണിച്ചൊരവസ്ഥ. ഇൻസൈൻ ലുക്ക്. ഭ്രാന്തമായ ഒരു മുഖഭാവം. നമ്മൾ നോട്ടത്തിൽ തന്നെ ആള് ലഹരിക്ക് അടിമയാണ്, ഭ്രാന്താണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. സ്റ്റുപ്പിഡ് ലുക്ക്. വിഡ്ഢിയായിട്ടുള്ള ലുക്ക്, ഒരു മൂഢതത്തിൻ്റെതായിട്ട് ലുക്ക്. സിക്കിലി, എക്സ്പ്രഷൻലെസ് ലുക്ക്. രോഗാതുരമായ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഭാവമൊന്നുമില്ലാത്ത ഒരു ലുക്ക്. അങ്ങനെ എല്ലാത്തരം ലുക്സും മുഖത്ത് ഉണ്ടാകും. ഗ്രൈൻഡിങ് ടീത്ത് ഡ്യൂറിങ് സ്ലീപ്പ്. ഉറക്കത്തിൽ പല്ലിറുമ്മൽ. സ്റ്റാമറിങ്, വിക്കല്. മെറ്റാലിക് ടേസ്റ്റ്. വായിൽ ഈ ലോഹരുചികൾ. ഡിസേഴ്സ് ഫോർ ആൻഡ് ഡ്രെഡ് ഓഫ് വാട്ടർ. വെള്ളം ദാഹിക്കുന്നു, പക്ഷേ ഭയവുമാണ്. രണ്ടുമുണ്ട്. ഫ്ലാറ്റ്ലൻസ്, ഡിസ്റ്റൻഡിങ് അബ്ഡമൻ, അമീലർ ബൈ ഇറക്ടേഷൻസ്. വയറ്റിൽ വായു ഒന്ന് ഇങ്ങനെ വീർത്ത് കെട്ടി നിൽക്കുന്നു. ഏമ്പക്കം വിടുമ്പോൾ ശമനമുണ്ട്. ദ യൂറിനറി സിംറ്റംസ് ആർ ന്യൂമറസ്. ധാരാളം മൂത്രകാശിയെ സംബന്ധിച്ച് ധാരാളം ലക്ഷണങ്ങൾ. ഇൻഫ്ലമേഷൻ ദ കിഡ്നീസ് വിത്ത് ബേണിംഗ് പെയിൻ. നമ്മൾ നേരത്തെ കാന്താരസ് കണ്ട പോലെ വൃക്കകളിൽ വീക്കം, പൊള്ളുന്നതായിട്ടുള്ള വേദന. സോർനെസ് ഇൻ ദ കിഡ്നീസ് ആൻഡ് ഡൾ ഏക്കിംഗ്. എല്ലാത്തരം വേദനയുണ്ട്. ഡൾ ഏക്കിംഗ് ഉണ്ട്, സോർനെസ് ഒക്കെ ഉണ്ട് കിഡ്നീസിൽ. സ്റ്റിച്ചിങ് പെയിൻസ് ഇൻ ദ കിഡ്നീസ്. കുത്തുന്ന പോലെ വേദനയുണ്ട് വൃക്കകളിൽ. കോൺസ്റ്റന്റ് ഓർ ഫ്രീക്വന്റ് യൂറിനേഷൻ. സ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ ഇടക്കിടക്കുള്ള മൂത്രമൊഴിച്ചിൽ. യൂറിൻ ബേൺസ് ഓൺ പാസിംഗ്. മൂത്രം കടന്നു പോകുമ്പോൾ പൊള്ളും. ബേണിംഗ്, സ്റ്റിങ്ങിങ് ഇൻ യുറേത്ര ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ യൂറിനേഷൻ. മൂത്രാശയത്തിൽ പൊള്ളലും കുത്തുന്ന വേദനയും മൂത്രമൊഴിക്കുമ്പോഴും അതിന് മുൻപും ശേഷം ഒക്കെ ഉണ്ട്. ദിസ് റെമഡി ഹാസ് ക്യൂർഡ് മെനി കേസ് ഓഫ് ഗൊണേറിയ. ഗൊണേറിയയുടെ ഒരുപാട് അവസ്ഥകളെ കനാബിസ് സുഖപ്പെടുത്തിയിട്ടുണ്ട്.
ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ്. ആ തുടക്കത്തിൻ്റെ അവസ്ഥയിലാണ് വളരെ ഉപകരിക്കുന്നത്. ആൻഡ് ക്യൂവേഴ്സ് ദ സിംറ്റംസ് സെറ്റ് ഫോർ കനാബിസ് സറ്റൈവ. കനാബിസ് സറ്റൈവയ്ക്ക് ഉണ്ടാകാവുന്ന ലക്ഷണങ്ങൾ ഇൻഡിക്ക സുഖപ്പെടുത്തും. രണ്ടും വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. രണ്ടും ഒരേപോലെ തന്നെ പോകുന്നതാണത്. തുടക്കത്തിലാണെങ്കിൽ കനാബിസ് സറ്റൈവ അല്ലാതെ ഇൻഡിക്ക കൊണ്ട് തന്നെ അത് സുഖപ്പെടുത്തും. മസ്റ്റ് വെയിറ്റ് ഫോർ യൂറിൻ ടു സ്റ്റാർട്ട്. മൂത്രം ഒഴിക്കാൻ വേണ്ടി കാത്തു നിൽക്കണം. യൂറിൻ ഡ്രിബിൾസ് ആഫ്റ്റർ യൂറിനേഷൻ. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും മൂത്രം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് പോകും. മച്ച് മ്യൂക്കസ് ഇൻ യൂറിൻ. മൂത്രത്തിൽ കഫം, ധാരാളം കഫമുണ്ട്. ഈസ് യൂസ്ഫുൾ ഇൻ കോർഡി ഡ്യൂറിങ് ഗൊണേറിയ. ഈ ഗൊണേറിയ കാലത്ത് പീനിസ് ഇങ്ങനെ വളഞ്ഞ് വില്ല് പോലെ വളഞ്ഞു പോകുന്നൊരവസ്ഥ ഇതിലുണ്ട്. ഡിസ്ചാർജ് ഇൻ ഗൊണേറിയ ഈസ് യെല്ലോ. ഗൊണേറിയയിലെ ഡിസ്ചാർജ് മഞ്ഞ നിറത്തിലാണ്. സെക്ഷൽ ഡിസയർ ഇൻക്രീസ് ഇൻ ബോത്ത് സെക്സസ്. സ്ത്രീ പുരുഷന്മാരിൽ ഒരേപോലെ ലൈംഗിക അഭിനിവേശം വർദ്ധിക്കുന്നു. ഇറക്ഷൻസ് മെക്കാനിക്കൽ ആൻഡ് പെയിൻഫുൾ. ഒരു മെക്കാനിക്കൽ ഇറക്ഷൻ, ഒരു എന്താ പറയുക, അനുഭൂതിയുമായിട്ട് ബന്ധപ്പെടാതെ അല്ലെങ്കിൽ മനസ്സുമായിട്ട് ബന്ധപ്പെടാതെ ശരീരത്തിൻ്റെ മാത്രമുള്ള ഒരു ഉത്തേജിതാവസ്ഥ, ഇറക്ഷൻസ്, അത് വേദനാജനകം കൂടിയാണ്. മെൻസ്ട്രുവേഷൻ പ്രൊഫ്യൂസ് ആൻഡ് ഫ്ലൂയിഡ്. പെയിൻഫുൾ പാരോക്സിസ്മൽ പെയിൻസ് ലൈക്ക് ലേബർ പെയിൻസ്. മെൻസ്ട്രൽ കാലത്ത് വളരെ നേർത്ത രക്തം ധാരാളം വരുന്നു. പ്രസവവേദനകളുള്ള വേദനകൾ, ഇടവിട്ട് വരുന്ന വേദനകൾ. യൂട്രൈൻ സ്പാസിംസ്. യൂട്രസ് വലിച്ചു കഴിച്ചുന്ന പോലെ. ത്രട്ടൻഡ് അബോർഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഗർഭചിത്രത്തിൻ്റെ ഒരു ഭീഷണി. ത്രട്ടൻ വിത്ത് ഗൊണേറിയ. ഗൊണേറിയയുടെ ഒരു ഭീഷണി. മെൻസസ് കംസ് എവറി 2 weeks. 2 ആഴ്ച കൂടുമ്പോൾ ആർത്തവം വരുന്നു. സ്ത്രീകൾക്ക് വളരെ ഉപകരിക്കുന്ന ഔഷധങ്ങളൊന്നാണ് കനാബിസ് ഇൻഡിക്ക. സ്പാസ്മോഡിക് ഓപ്പറേഷൻ ഓഫ് ദി ചെസ്റ്റ് വിത്ത് സഫോക്കേഷൻ. ചെസ്റ്റിൽ ശ്വാസം മുട്ടലുണ്ട്, ഒപ്രസീവ് ഫീലിംഗ് ഉണ്ട്, വലിച്ചു കോച്ചുന്ന അനുഭവം ഒക്കെ ഉണ്ട്. പാൽപിറ്റേഷൻ ഡ്യൂറിങ് സ്ലീപ്പ്. ഉറക്കത്തിൽ വല്ലാതെ നെഞ്ചിടിപ്പ്. പ്രസ്സിംഗ് പെയിൻ ഇൻ ദ ഹാർട്ട് വിത്ത് സഫോക്കേഷൻ ഡ്യൂറിങ് ദ ഹോൾ നൈറ്റ്. രാത്രി മുഴുവൻ ഹൃദയത്തിൻ്റെ ഭാഗത്ത് വല്ലാതെ വീർപ്പുമുട്ടലും ഞെക്കുന്ന പോലുള്ള വേദനയും. സ്റ്റിച്ചിങ് പെയിൻസ് ഇൻ ദ ഹാർട്ട്. ഹൃദയത്തിൻ്റെ ഭാഗത്ത് കുത്തുന്ന പോലുള്ള വേദന. പൾസ് സ്ലോവർ, റാപ്പിഡ് ആൻഡ് ഇറഗുലർ. സ്പന്ദനം, പൾസ് സാവകാശമാകാം, വേഗത്തിലുമാകാം, രണ്ടു തരത്തിലാകാം. ഇറഗുലറാണ്. ഫ്ലട്ടറിങ് എ നെർവസ് പൾസ്. ഫ്ലട്ടറിങ് ഒരു നെർവസ് പൾസാണത്. നെർവസ് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട പൾസാണത്. ഫ്ലട്ടറിങ് ആണ്. പെയിൻ ഇൻ ദ ബാക്ക് അറ്റ് ദ മെൻസ്ട്രൽ പീരീഡ്. ആർത്തവകാലത്ത് മുതുക് പിൻഭാഗത്ത് വേദന. പെയിൻ അക്രോസ് ഡോസൽ റീജിയൻ പ്രിവെൻറ്റിങ് വാക്കിംഗ് ഇറക്റ്റ്. ഈ നടുവേദന, നട്ടലിൻ്റെ ഭാഗത്തുള്ള വേദന, അതുകൊണ്ട് നിവർന്ന് നടക്കാൻ പറ്റുന്നില്ല, വളഞ്ഞു നടക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥ. പാരലിറ്റിക് വീക്ക്നെസ് ഓഫ് ദ ലിംസ് വിത്ത് ട്രംബ്ലിംഗ് ആൻഡ് ത്രില്ലിംഗ്. കയ്യാളുകളിൽ കുഴയുന്ന പോലെ തളർന്നു പോകുന്നതിനുള്ളൊരു ക്ഷീണം. നമ്പനസ് ഓഫ് ലിംസ് ആൻഡ് സോൾസ്. കയ്യാളുകളിൽ സോൾസിലൊക്കെ ഒരു മരവിച്ച അവസ്ഥ. പ്രിക്കിംഗ് ഓഫ് സോൾസ്. കാൽപ്പത്തിയിലും മറ്റുമൊക്കെ പ്രിക്കിംഗ്, ഇങ്ങനെ കുത്തുന്ന പോലുള്ള വേദന. ചൊറിച്ചിൽ. റെസ്റ്റ് അമീറേറ്റ്സ് ആൻഡ് മോഷൻ അഗ്രവേറ്റ്സ്. വിശ്രമം കൊണ്ട് കുറയുന്നു, ചലനം കൊണ്ട് വർദ്ധിക്കുന്നു. വയലന്റ് പെയിൻസ് ത്രൂ ദ ലോവർ ലിംസ് ഓൺ വാക്കിംഗ്. നടക്കാൻ നേരത്ത് ലോവർ ലിംസിൽ വല്ലാത്ത ഭയാനകമായിട്ടുള്ള വേദന. സ്ലീപ്പി ബട്ട് കനോട്ട് സ്ലീപ്പ്. ഉറക്കം തൂങ്ങും പക്ഷെ ഉറങ്ങില്ല. സ്റ്റാർട്ടിങ് ഓഫ് ലിംസ് ഡ്യൂറിങ് സ്ലീപ്പ്. ഉറക്കത്തിൽ കൈകാലുകൾ പെട്ടെന്ന് ഞെട്ടൽ പോലെ. ഞെട്ടൽ ശരീരത്തിൻ്റെ മൊത്തത്തിലോ മറ്റോ അല്ല, കയ്യിലോ കാലുകളിൽ ലിംസിൽ പെട്ടെന്ന് ഞെട്ടുന്നൊരു ഫീലിങ്. ഡ്രീംസ് ഓഫ് ഡെഡ് ബോഡീസ്. മൃതശരീരങ്ങൾ സ്വപ്നം കാണുന്നു. ഡ്രീംസ് പ്രൊഫറ്റിക്. പ്രവചനാത്മകമായിട്ടുള്ള സ്വപ്നം. ഭാവിയിൽ ഇന്ന കാര്യം സംഭവിക്കും, അങ്ങനെ പ്രവചനാത്മക സ്വപ്നം. നൈറ്റ് മെയർ. പ്രിക്ലിംഗ് ഓഫ് ദ സ്കിൻ. ഫോർമിക്കേഷൻ ആൻഡ് ഇച്ചിങ് ഓൾ ഓവർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞത്. തൊലിയിൽ ഇക്കിളി, ഫോർമിക്കേഷൻ ആൻഡ് ഇച്ചിങ് ഓൾ ഓവർ. ശരീരം മുഴുവൻ ഇങ്ങനെ പുഴുവരിക്കുന്ന പോലെ, ത്വക്കിൻ്റെ അടിയിലൊക്കെ പുഴുവരിക്കുന്ന പോലെ ഫീലിംഗ്. ദ സ്കിൻ ഫീൽസ് ഡ്രോൺ ടൈറ്റ് ഓഫ് ദ ബോഡി. ശരീരം മുഴുവൻ തൊലിഞ്ഞ് വലിഞ്ഞു മുറിയ പോലെ. അനസ്തീഷ്യ. ആകെ തളർന്നുപോയ വേദന അറിയാത്തൊരവസ്ഥ. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ
ഒരു നിയമപ്രകാരമല്ലത്, നിയമവിരുദ്ധമായ കാര്യമാണ്. ഞാനൊരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തായിരുന്നു. രാവിലെ തിരക്കിനിടയിൽ കൊച്ചിയിൽ നിന്നൊരു സുഹൃത്ത് വിളിച്ചു. എന്നെക്കാൾ 2 വയസ്സ് മൂപ്പുണ്ടാവുന്നത്. ആൾക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ കോവിഡിൻ്റെ സമയത്ത് പക്ഷാഘാതം വന്നായിരുന്നു. പക്ഷാഘാതം വന്ന് എറണാകുളത്തെ പ്രസിദ്ധമായ ആശുപത്രി കൊണ്ടുപോയി 2 ആഴ്ച കിടന്നു. 6 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചു, കടമായിപ്പോയി. അത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ചില മുന്നറിയിപ്പുകൾ കൊടുത്തിരുന്നു. ഇന്ന ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടൻ ആശുപത്രി വരണം, അത് വീണ്ടും ഒരു പക്ഷാഘാതം വരാൻ പോകുന്നതാണ്. അതായത് സംസാരിക്കുമ്പോൾ കുഴഞ്ഞു പോകൽ, മുഖം കോടൽ, കണ്ണടഞ്ഞു പോകൽ, ഒരു കണ്ണടഞ്ഞു പോകൽ, തളർച്ച, ക്ഷീണം, അതുപോലെ കയ്യിലും കാലിലുമൊക്കെ ഒരു വശത്ത്, പ്രത്യേകിച്ച് ഒരു വശത്ത് തൊലിയിലിങ്ങനെ പുഴുവരിക്കുന്ന പോലെ, അല്ല ഉറുമ്പരിക്കുന്ന പോലൊരു ഫീലിങ്. ഈ ഒരു ഫീലിങ് തലേ രാത്രി ഇയാൾക്കുണ്ടായി. അയാൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല. നേരം വെളുത്ത് എന്നെ വിളിച്ചതാണ്. അപ്പോൾ പെട്ടെന്ന്, ഞാൻ നാട്ടിലില്ല, എൻ്റെ ഈ പുസ്തകങ്ങളൊന്നുമില്ല, മറ്റാരെങ്കിലും വിളിച്ചു ചോദിക്കാനുള്ള സൗകര്യമില്ല. ഈ കനാബിസ് പണ്ട് വായിച്ച 19 വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ഒരു ഓർമ്മ ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഉപയോഗിക്കുകയോ അതിനെക്കുറിച്ച് കാര്യമായിട്ട് പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കെൻഡിൻ്റെ ലെക്ചേഴ്സ് പണ്ട് വായിച്ചൊരു ഓർമ്മ, അത് ഈ പുഴുവരിക്കുന്നൊരു ഫീല്. പെട്ടെന്ന് പറഞ്ഞു, മരുന്ന് ഞാൻ വാട്സപ്പ് ഇട്ട് തരാം, ഇന്ന മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഞാൻ കനാബിസ് ഇൻഡിക്ക 200, ആരും കൺസൾട്ട് ചെയ്യാൻ നേരമില്ല, ഞാനും തിരക്കിലാണ്, ആ ഒരു സമയത്ത് നിവൃത്തിയുമില്ല. അയച്ചു കൊടുത്തു. പിന്നീട് എൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആൾ പോയി, ഉള്ള സഹോദരിയോടൊപ്പം ഒരു കാറ് വിളിച്ച് പോയി. ഞാൻ പറഞ്ഞ കടയിൽ നിന്ന് തന്നെ വാങ്ങി, അവിടെ നിന്ന് തന്നെ കഴിച്ചു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഈ പുഴുവരിക്കുന്ന അല്ലെങ്കിൽ ഉറുമ്പ് അരിച്ചു പോകുന്നൊരു ഫീല് മാറി. അരമണിക്കൂർ വിശ്രമിച്ച് ആൾ വീട്ടിൽ പോയി. വൈകുന്നേരം വരെ കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഷെണായി ഞാൻ വിളിച്ചു ചോദിച്ചു ഇത്തരവസ്ഥ. അപ്പോൾ ലക്ഷണങ്ങളൊക്കെ കൃത്യമായിട്ട് കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ മറ്റൊരു ഔഷധമാണ് പറഞ്ഞത്, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത് കൊടുത്തുപോയി. എന്തോ ആ സുഹൃത്തിൻ്റെ ഭാഗ്യത്തിന് അയാൾ രക്ഷപ്പെട്ട് പോകുന്നു. അപ്പോൾ അതാണ് ഒരു അനുഭവം എന്ന് പറയാനുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞു പോകുന്നതാണത്. നിയമപ്രകാരം ശരിയായ കാര്യമല്ല. അപ്പോൾ ഇതാണ് കനാബിസിൻ്റെ ഒരു അവസ്ഥ. ലഹരി ഉപയോഗം സമൂഹത്തിൽ വളരെ വ്യാപകമായിരിക്കുന്ന, അതുമായിട്ട് ബന്ധപ്പെട്ട കൊലപാതകങ്ങൾ പോലും ഒരു നിത്യവാർത്തയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഒരു ഔഷധം വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. പലപ്പോഴും നിങ്ങൾക്ക് ഉപകരിക്കേണ്ടി വരും. അപ്പോഴൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിതിൻ്റെ അടുത്ത എപ്പിസോഡിൽ കനാബിസ് സറ്റൈവ, ഇതുമായിട്ട് വളരെയധികം സാമ്യമുള്ളതാണ്. ഇത് ചെറിയൊരു അധ്യായമാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ അധ്യായം കൂടി കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.